സാമൂഹ്യ ഇടപെടലുകളെയും സന്തുലിതമായി കൊണ്ടു നടക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു. അത് ദുഷ്കരമായൊരു കാര്യമാണ്. എങ്കിലും വളരെ തന്മയത്വത്തോടുകൂടി മത നേതൃത്വത്തിൽ നിൽക്കുമ്പോൾ തന്നെ സാമൂഹ്യമായ ഇടപെടലുകളിൽ അദ്ദേഹം വലിയ പക്വത കാണിക്കുകയും അതിനനുസരിച്ച് അതിനെ കൂട്ടിയിണക്കി വിളക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് സാധിച്ചു. അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ള പദവികൾ, വ്യക്തിപരമായി അദ്ദേഹത്തിന് ലഭിച്ച പദവികൾ പോലും സമൂഹത്തിന്റെ പദവിയായി, സമുദായത്തിന്റെ പദവിയാക്കി അദ്ദേഹത്തിന് പരിവർത്തിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഓർക്കുന്ന ഒരു കാര്യമാണ്, അദ്ദേഹം കേന്ദ്ര ഹജ്ജ് കമ്മിറ്റിയുടെ വൈസ് ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ട സന്ദർഭം. അത് നമ്മുടെ കേരളത്തിന് ദേശീയ തലത്തിൽ ലഭിച്ചിട്ടുള്ള ഒരു അംഗീകാരം എന്നതിനപ്പുറം നമ്മുടെ സമുദായത്തിന്, നമ്മുടെ സമൂഹത്തിന് ലഭിച്ചിട്ടുള്ള ഒരു ഉജ്ജ്വലമായ പദവിയായിരുന്നു അത്. ഹജ്ജ് എന്ന് പറയുന്നത് ഒരു ആത്മീയ യാത്രയാണ്. അതിന് പുറപ്പെടുന്ന ആളുകളെ അതിന് പര്യാപ്തമാകുന്ന എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന ഏറ്റവും ഉത്തരവാദിത്വമുള്ള ചുമതലയായിരുന്നു അദ്ദേഹം ഏറ്റത്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, അതിനൊരു വലിയ അംഗീകാരം കൊടുക്കണമെന്ന് തീരുമാനിച്ചപ്പോൾ, ഒരു ജനകീയമായിട്ടുള്ള ഒരു സ്വീകരണം അദ്ദേഹത്തിന് നൽകാൻ തീരുമാനിച്ചപ്പോൾ, ഇവിടെ ഉണ്ടായിരുന്ന പല സംഘാടകരും എന്നെ സമീപിക്കുകയും ഞാൻ ചെയർമാൻ പദവി ഏറ്റെടുത്തുകൊണ്ടാണ് അതിൻ്റെ സ്വാഗത സംഘം ഉണ്ടാക്കിയത് എന്നത് ഞാൻ ഓർക്കുന്നു. അതെനിക്ക് ലഭിച്ചൊരു അംഗീകാരം എന്നതിനേക്കാൾ ഒരു ശിഷ്യനൊരു ഗുരുവിൽ നിന്നും ലഭിച്ചിട്ടുള്ള ഒരു പദവിയായിട്ടാണ് ഞാൻ ആ സ്വാഗത സംഘത്തിന്റെ ചെയർമാൻ പദവി ഏറ്റെടുക്കുകയും അന്ന് സമൂഹം മുഴുവൻ അദ്ദേഹത്തിനെ ആദരിക്കുകയും ചെയ്ത ഒരു സന്ദർഭം എൻ്റെ മനസ്സിലേക്ക് കടന്നു വരികയാണ്. അന്ന് അദ്ദേഹം ചെയ്തിട്ടുള്ള തന്റെ മറുപടി പ്രസംഗത്തിലും ആ ഉന്നത പദവി ലഭിച്ചിട്ടും ഏറ്റവും അടിത്തട്ടിലുള്ള സമൂഹത്തിലെ സാധാരണക്കാരനായവർക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു പദവിയായിട്ടാണ് അദ്ദേഹം അതിനെ സ്വീകരിച്ചത്. അദ്ദേഹത്തിന്റെ വിയോഗം വലിയൊരു തീരാനഷ്ടമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇവിടെ പറഞ്ഞതുപോലെ എല്ലാ മഹാപണ്ഡിതന്മാരുടെയും ആശീർവാദം കൂടി ലഭിച്ചിട്ടുള്ള, അദ്ദേഹത്തിൻ്റെ തന്നെ ഗുരുവര്യന്മാരിൽ നിന്നുമുള്ള ആശീർവാദം ലഭിച്ചിട്ടുള്ള ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ജീവിതം, എല്ലാ അർത്ഥത്തിലും സാർത്ഥകമായ ഒരു ജീവിതം അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു. സർവശക്തൻ അദ്ദേഹത്തിന്റെ ഖബറിനെ സ്വർഗപൂങ്കാവനമാക്കി കൊടുക്കട്ടെ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയോടുകൂടെ ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി. അസ്സലാമു അലൈക്കും.